സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ കാണേണ്ട സീരീസുകളുടെയും സിനിമകളുടെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങളൊരു അൺഎംപ്ലോയിഡ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യും. ആദ്യത്തെ ഇവർ ഭയങ്കര സംഭവമായിട്ട് സീക്രട്ടാക്കി വെച്ചിട്ടുള്ളത് സേഡി സിംഗിൻ്റെ ക്യാരക്ടറാണ്. 99% കൺഫേംഡ് ആണ് ജീൻ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ. ജീൻ ഗ്രേ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്മെനിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. 2 ആക്ട്രസിനെ ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ആക്ട്രസ്സാണ് ജീൻ ഗ്രേ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ നോക്കുകയാണെങ്കിൽ 1 പവേഴ്സാണ്, അൾട്ടിമേറ്റ് പവേഴ്സാണ്. എത്ര പവേഴ്സ് വേണമെങ്കിലും ഇടാം. ഫിനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേർഷൻ ഉണ്ട്, അതൊക്കെ വേറെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്ത് പവേഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലിക്കിനീസിസും ടെലിപാത്തിക് പവേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രെയിലറിലൊക്കെ ഈ മൈൻഡ് കൺട്രോളും ഈ മൈൻഡ് റീഡിങ് പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് തന്നെ ആയിരിക്കും. ഞാൻ അടുത്ത് നമ്മുടെ സ്പൈഡർമാൻ്റെ കാര്യമാണ്. സ്പൈഡർമാനെ ഇപ്പോൾ ഒരു സോളോ ട്രിപ്പറാണ്. സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പോൾ എന്താണ്, ആകെ ഒരു സോളോ ലൈഫാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം കാണിക്കുന്നുണ്ടാവും. പിന്നെ മെയിനായിട്ട് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനിലൂടെ സ്പൈഡർമാൻ കടന്നു പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. ട്രെയിലറിൽ അതുണ്ടായിരുന്നു. മറ്റേ ഓർഗാനിക് വെബ് വിടുന്നതും അതുപോലെ കണ്ണ് മറ്റേ ബ്ലാക്ക് ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ഹൾക്കിൻ്റെ കാര്യമാണ്. നമ്മൾ അവസാനം എൻ ഗെയിമിലും ആ ഓള ഷീ ഹൾക്കിലൊക്കെ കാണുമ്പോൾ ഹൾക്ക് ഒരു സ്മാർട്ട് ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിലാണ്, സയൻറ്റിസ്റ്റിൻ്റെ ഒരു ലെവലിലായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് വീണ്ടും സാവേജ് ഹൾക്കിലേക്ക് മാറുന്നുണ്ട്. മറ്റേ ഹൾക്ക് സ്മാഷൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് പണിഷറിൻ്റെ കാര്യമാണ്. പണിഷർ ഒറിജിനൽ സീരീസിൽ അയാളുടെ ഒഫീഷ്യൽ മിഷനൊക്കെ അവസാനിച്ചു. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ നാട്ടുകാരനെയൊക്കെ രക്ഷിക്കാൻ നടക്കുന്ന ആളായിട്ടാണ്. അത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 1 ലാസ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ പണിഷറിൻ്റെ യൂഷ്വൽ ഫൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. 18+ ഒന്നും അല്ല സിനിമ, 13+ ആണ്. അപ്പോൾ ഒരുപാട് ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ സ്പൈഡർമാനായിട്ട് മറ്റേ ബഡ്ഡി പരിപാടി ആയിരിക്കണം മിക്കവാറും. പിന്നെ അടുത്തത് ഹാൻഡ് എന്ന് പേരുള്ള ഈ നിഞ്ചാസിൻ്റെ പോലത്തുള്ള കുറേ വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവലിൻ്റെ 2nd സീസണിലും ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഈ TV അവഞ്ചേഴ്സ് പോലത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്ന വില്ലന്മാരാണ്. ഇപ്പോൾ ഇവരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഇമ്പോർട്ടൻ്റ്. ഒരു ജയിലിൽ വെച്ചിട്ടാണ് ഇവരെ ഫൈറ്റ് ചെയ്യുന്നത്. ആ ജയിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയർ ഡെവലിൻ്റെ ബോണഗി എന്ന് പറഞ്ഞിട്ടുള്ള 2nd സീസണിൻ്റെ അവസാനം ഡെയർ ഡെവൽ ഒരു ജയിലിലാവുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെയർ ഡെവൽ ആ ജയിലിൽ ഉണ്ടാവണം. ഡെയർ ഡെവലിൻ്റെയും കൂടെ ഒരു ക്യാമിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോള് ഡെയർ ഡെവലിൽ ഉണ്ടാവുമെന്നാണ് ഫാൻ തിയറീസ് പറയുന്നത്.